World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hyson Heritage. നാദാപുരത്തെ UDF സ്ഥാനാർത്ഥി KM അഭിജിത്താണ് നമുക്കൊപ്പം ഉള്ളത്. ഇനിയിപ്പോൾ വിധി അറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ചെറിയ ടെൻഷൻ ഉണ്ടോ? അല്ല, യാതൊരു ടെൻഷനുമില്ല. എന്നെ സംബന്ധിച്ച് നാദാപുരത്തെ ജനങ്ങളിൽ, UDF പ്രവർത്തകരിൽ, യഥാർത്ഥ ഇടതുപക്ഷ വിശ്വാസികളിലൊക്കെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഓരോ ദിവസങ്ങളിലും കൂടി വന്നിട്ടേ ഉള്ളൂ. ഇന്ന് രാവിലെയും അതിനോട് അനുസരിച്ചുള്ള പ്രതീക്ഷ ഒരുപാട് മുന്നോട്ട് പോകുന്ന പല പ്രതികരണങ്ങളും ജനങ്ങളിൽ നിന്നുണ്ടായി. വലിയ പ്രതീക്ഷയുണ്ട്. ഇത്തവണ നാദാപുരത്ത് 5-5.5 പതിറ്റാണ്ടിന് ശേഷമുള്ള വലിയ വിജയം UDFന് അനുകൂലമായി ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഈ 5.5 പതിറ്റാണ്ട് എന്ന് പറയുമ്പോഴേ വലിയൊരു കാലയളവാണ്. അപ്പോൾ ഒരു ഇടതു കോട്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം നാദാപുരത്തെ. അപ്പോൾ എങ്ങനെയാണ് അതിനെ തകർത്തുകൊണ്ടൊരു വിജയം എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും അത്? അല്ല, ആ വിജയം ഈ നാട്ടിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ നാദാപുരം ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളൊരു ഇടമാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ പോലും നേരിട്ട് ഖജനാവ് ഒരു വലിയ ഘടകമാകുമ്പോൾ ഖജനാവിലേക്ക് നാണയത്തുട്ടുകൾ അയച്ച് നമ്മളെ നിലനിർത്തി പോകുന്നവരിൽ പ്രധാനികൾ പ്രവാസികളാണ്. ആ പ്രവാസ ലോകത്തെ ചേർത്ത് പിടിക്കാൻ മറന്നുപോയൊരു ഭരണകൂടം, കഴിഞ്ഞ 55 വർഷക്കാലം ആ പ്രവാസികളെ മറന്നുപോയ ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല, ഇപ്പം നാദാപുരത്തെയും കുറ്റ്യാടിയിലെയും വടകരയിലൊക്കെ വിദ്യാർത്ഥികൾ, ഏറ്റവും മികവുറ്റ ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികൾ, ഇവിടെ അവർക്ക് തുടർന്ന് പഠിക്കാനുള്ള അവസരമില്ലാതെ നാട് വിട്ടു പോകേണ്ടി വരികയാണ്. വിദ്യാഭ്യാസ മേഖല പുറകോട്ടാണ്. ആരോഗ്യരംഗം അമ്പയെ പരാജയമായി മുന്നോട്ട് പോകുന്നു. കാർഷിക രംഗം പ്രതിസന്ധിയിലാണ്. ടൂറിസം മേഖല അവതാളത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ നാട്ടിലെ സർവ്വ മേഖലകളും പ്രതിസന്ധിയിലായിട്ട് വർഷങ്ങളേറെയാണ്. ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടാകണമെന്നും നാദാപുരത്ത് വികസനം ഉണ്ടാകണമെന്നും ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ജനങ്ങൾ UDFനൊപ്പം നിൽക്കുന്നു. അതോടൊപ്പം കേരളത്തിലെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ ഭരണം അത് എത്ര ജനവിരുദ്ധമാണ് എന്ന് ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ എല്ലാമുള്ള ഒരു വിധിയെഴുത്ത് ഈ നാദാപുരത്ത് ഉണ്ടാകും. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയപ്രതീക്ഷ. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ഇടതുപക്ഷ കോട്ടയെന്ന് പറയപ്പെടുമ്പോൾ യഥാർത്ഥ ഇടതുപക്ഷ വിശ്വാസികൾ ആർക്കൊപ്പം നിന്നു എന്ന് ചോദിച്ചാൽ ഇത്തവണ UDFനൊപ്പമാണ് നിന്നത് എന്ന് ഈ ജനവിധി തെളിയിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. നമ്മൾ ഈ മണ്ഡലത്തിലെ ഓരോ കണക്കുകളൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ, ഈ പഞ്ചായത്തുകളിൽ ഇങ്ങനെ, ഈ പഞ്ചായത്തുകളിൽ ഇങ്ങനെ എന്നൊക്കെയുള്ള ഒരു കണക്ക്. അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമല്ലോ നമ്മൾ കണക്കെടുത്തിട്ടുണ്ടാവുക. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ഒരു പ്രതീക്ഷ? അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഗൗരവത്തിൽ ബൂത്തുകളിൽ നിന്നുള്ള കണക്ക് വന്നിട്ടുണ്ട്. ഏതാണ്ട് 10 പഞ്ചായത്തുകൾ ഈ അസംബ്ലിയിലുണ്ട്. ആ 10 ഇടങ്ങളിൽ ഏതാണ്ട് 8ഓളം ഇടങ്ങളിൽ UDF കുഴപ്പമില്ലാതെ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും. 2 ഇടങ്ങളിലൊക്കെ ചിലപ്പോൾ ബലാബലമാണ്, ചിലപ്പോൾ ഒരു പക്ഷേ ചെറിയ വോട്ടിന് LDF ലീഡ് ചെയ്തേക്കാം. എങ്കിൽ പോലും ഞങ്ങൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു റൗണ്ടിൽ മാത്രം ഒരു പക്ഷേ ഒന്ന് പുറകോട്ട് പോയേക്കാം. പിന്നീടുള്ള റൗണ്ടുകളിലൊന്നും അങ്ങനത്തെ സാഹചര്യം വരുന്നില്ല. കാരണം ഒക്കെ ടാക്കിൾ ചെയ്യാൻ കഴിയുന്ന ഇടങ്ങളാണ് പിന്നീടുള്ള സ്ഥലങ്ങളിൽ വരുന്നത്. SIR ഒക്കെ ഒരു ഘടകമായിട്ടുണ്ടോ മണ്ഡലത്തിൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത്തവണ എല്ലാം ഘടകങ്ങളാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും, അത് ഈ നാട് കുട്ടിച്ചോറാക്കുന്ന 2 ഭരണകൂടങ്ങൾ, ഒന്ന് കേന്ദ്രമാണ്, ഒന്ന് കേരളമാണ്, 2 ഭരണകൂടങ്ങൾക്കുമെതിരെയുള്ള ജനവിധിക്ക് ജനങ്ങൾ തയ്യാറായിരുന്നു. അവരതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഓരോ മനുഷ്യന്റെ കയ്യിലുള്ള ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ വജ്രായുധം എന്ന് പറയുന്ന വോട്ടല്ലേ, ആ വോട്ട് കൃത്യമായി വിനിയോഗിക്കാൻ കേരള സർക്കാരുകൾക്കെതിരെ തയ്യാറായി നിൽക്കുന്ന ജനവിഭാഗത്തിന് മുൻപാകെയാണ് തെരഞ്ഞെടുപ്പ് വന്നത്. സ്വാഭാവികമായിട്ട് അവരതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 2 ഭരണകൂടങ്ങൾക്കെതിരെയുള്ള താക്കീത് നൽകാൻ ആ വോട്ടിന് ഉപയോഗിച്ചിട്ടുണ്ട്. വികസനത്തിന് വേണ്ടി ഈ വോട്ടിനെ ഉപയോഗിച്ചിട്ടുണ്ട്. വർഗീയത ഇല്ലാതാക്കാൻ ഈ വോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ രീതിയിൽ എല്ലാ രീതിയിലും ജനങ്ങൾ ഈ വോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം UDFന് ഗുണമായി വരിക തന്നെ ചെയ്യും. ഒരു നാദാപുരത്തുകാരനായി മാറിയോ ഇപ്പോൾ? ഇത്രയും ദിവസം ഇവിടെ നിൽക്കുന്നു. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷം 1-2 ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും ഇവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ജനങ്ങളാണ്. ആ ജനങ്ങളോടുള്ള പ്രതിബദ്ധത നമ്മളെ കൊണ്ട് എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ സാധിക്കുക, ആ രീതിയിലൊക്കെ അവരുടെ കൂടെ ഉണ്ടാവുക എന്നതാണ്. അതങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ തവണ കോഴിക്കോട് നോർത്തിലാണ് മത്സരിച്ചത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? അല്ല, കോഴിക്കോട് നോർത്തും നാദാപുരം. കോഴിക്കോട് ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. കോഴിക്കോട് സിറ്റിയിൽ എനിക്ക് മത്സരിക്കാൻ എന്റെ പ്രസ്ഥാനം ഒരു അവസരം തന്നു, മത്സരിച്ചു. 2016 10-29,000 വോട്ടിന് പരാജയപ്പെട്ടതാണ്. ഒരു CPM ട്രെൻഡിൽ നമ്മളൊരു 12,000 അത് കുറച്ചു കൊണ്ടുവന്നു. വലിയ വോട്ട് ഷെയർ കൂട്ടാനൊക്കെ പറ്റി. പക്ഷെ അന്ന് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന സമയം തൊട്ട് ഇലക്ഷൻ കഴിയുന്നത് ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അതാണ് അവിടുത്തെ അവർ എന്നെ സ്നേഹിച്ചു. അവരത് ഇപ്പം സംഘടനാപരമായി ഏറ്റവും ദുർബലമായിരുന്ന സ്ഥലമായിരുന്നു അന്നത്. പിന്നീട് അത് ജനങ്ങൾ സ്നേഹിച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലൊക്കെ ഏറ്റെടുത്തു. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് നാദാപുരത്തേക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ആ പ്രഖ്യാപനത്തിന് ശേഷം ഈ നാദാപുരത്ത് ഓരോ മനുഷ്യരുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് അവർ ഏറ്റെടുത്തത്. ആ ഒരു വലിയ വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം കാണാൻ സാധിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷവും അത് കണ്ടുകൊണ്ടും അനുഭവിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് അതിലൊരു നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യം. പലയിടത്തും ഒരു വിലയിരുത്തലായി വരുന്നത് ഒരു ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ്. അതിന്റെ ഒരു പ്രതിഫലനം ഈ നാദാപുരത്ത് ഉണ്ടാവുമോ?
അല്ല, ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ അത് ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ഇസ്ലാം മത വിശ്വാസിയാകട്ടെ, ഇനി മതമില്ലാത്തവനാകട്ടെ, ഓരോ മനുഷ്യരും ഇത്തവണ UDF-നൊപ്പം നിന്നു എന്നതാണ്. നോക്ക് നിങ്ങൾ, SDPI പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തവണ ഈ നാദാപുരത്തും CPM-നെ പരസ്യമായി പിന്തുണച്ചല്ലോ. ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിലുടനീളം. അങ്ങനെ SDPI കൂട്ടുപിടിച്ച് CPM ഒരു ഭാഗത്ത് മത്സരിക്കുന്നു. എന്നിട്ട് അവർ ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം വരെ എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞത്? തെരഞ്ഞെടുപ്പിന് SDPയും CPM ഒന്നിച്ച് മത്സരിക്കുന്നു. അതിന് മറുപടി പറയാൻ സ്വരാജോ CPM-ന്റെ ഗോവിന്ദമാഷോ ആർക്കും കഴിയുന്നില്ലല്ലോ. അപ്പൊ ഇവര് ഇതുപോലെ ആളുകളെ കബളിപ്പിക്കുന്ന നടപടിയായിട്ടാണ് CPM ഇത്രയും കാലം മുമ്പോട്ട് പോയത്. അതുകൊണ്ട് ഇനി ന്യൂനപക്ഷ ഏകീകരണം നടന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ന്യൂനപക്ഷ ഏകീകരണമല്ല, ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരും അവർ ഒന്നിച്ച് UDF-നൊപ്പം ഏകീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. അവിടെ മതമല്ല വിഷയം, അവിടെ ജാതിയല്ല വിഷയം, അവിടെ മനുഷ്യർ, ചിന്തിക്കാൻ ശേഷിയുള്ള ഓരോ മനുഷ്യരും UDF-നൊപ്പം നിന്നു എന്നതാണ്. അങ്ങനെ ഒരു ഏകീകരണം നടന്നുവെന്ന് CPM ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇത്തവണ നാദാപുരം UDF തൂക്കും. തീർച്ചയായിട്ടും ഇത്തവണ നാദാപുരം UDF-നൊപ്പം ഉണ്ടാവും, കേരളം UDF വിജയിക്കും, കോഴിക്കോട് ജില്ലയിൽ ചരിത്ര വിജയം UDF-നൊപ്പം ഉണ്ടാവും. അവസാന ഒരു ചോദ്യം കൂടി, എത്രയായിരിക്കും ഭൂരിപക്ഷം? എന്തായാലും ഭൂരിപക്ഷം ഇപ്പം ബൂത്തിൽ നിന്ന് തന്ന കണക്കൊക്കെ വലിയ ഭൂരിപക്ഷമാണ്. എന്തായാലും ആ ഭൂരിപക്ഷം ഒന്നും തൽക്കാലം ഞാൻ പറഞ്ഞില്ല. എന്തായാലും 5 അക്ക ഭൂരിപക്ഷത്തിനെടുത്ത് എന്തായാലും നമുക്കൊരു ഉണ്ടാവും എന്നുള്ളതാണ് കണക്കുകൾ. ബൂത്തിൽ നിന്ന് വന്ന കണക്കുകളൊക്കെ നമ്മളൊക്കെ ഏതാണ്ട് ആ ഒരു രീതിയിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അങ്ങനെ തന്നെയാണ്, വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. വലിയൊരു വിജയം, അതായത് 5 പതിറ്റാണ്ടോളം ഇടതു കോട്ടയായിരുന്ന ഒരു മണ്ഡലമാണ് നാദാപുരം. അവിടെ ഇത്തവണ UDF-ന് വിജയിക്കാൻ കഴിയും എന്നുള്ള വലിയ ആത്മവിശ്വാസം അത് KM അഭിജിത്തിനുണ്ട്.